അപ്പൊ നമ്മുടെ കുട്ടിയുടുപ്പിന്റെ ബാക്കി കണ്ടാലോ? എന്തായാലും നമ്മുടെ ഗസ്സിംഗ് ഒക്കെ ഭയങ്കര തകൃതിക്ക് നടക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇതൊരു ക്യാരക്ടറാണ്. മീൻസ് ഒരു അമിഗുരുമി ഡോളാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് ഏത് ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഏത് ഡോളാണ് എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോ ഒരു എലിഫന്റോ അല്ലെങ്കിൽ ഒരു റാബിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർട്ടൂൺ ക്യാരക്ടറോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അത് ഗസ് ചെയ്യാൻ പറഞ്ഞതിന് പലരും ബേബി ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇതൊരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെയോ നിങ്ങൾ ഗസ് ചെയ്യരുത് എന്ന്. ഇത് ഒരു അമിഗുരുമി ഡോളിന് വേണ്ടി ഉണ്ടാക്കുന്ന ഡ്രസ്സ് മാത്രമല്ല, പുറകെ ഹാൻഡ് ബാഗ്, അതിന്റെ ഹെഡ്ഫോൺ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെയാണ് നിങ്ങൾ ഇത് ഏത് ക്യാരക്ടർ ആണെന്ന് കമന്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആ ഒരു ക്രോഷ്യ ഷോർട്സിൽ മാത്രം ആരും ഗസ് ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അവിടെ വെച്ച് പലർക്കും അത് കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരാൾ ചെയ്യുന്ന കമന്റ് തന്നെ പലരും റിപ്പീറ്റഡ് വരുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആ കമന്റ്സിന്റെ ഒക്കെ റിപ്ലൈസ് കൂടെ നോക്കിയിട്ട് വേണം അത് തന്നെ റിപ്പീറ്റ് കമന്റ് ചെയ്യാൻ. കാരണം ഞാൻ ആദ്യം തന്നെ അത് പറയുന്നുണ്ട്, റോങ് ആൻസർ എന്ന്. അത് കണ്ടതിന് ശേഷവും നിങ്ങൾ അത് കമന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ്, റോങ് ആൻസേഴ്സ് വരുന്നുണ്ട്. ഇതുവരെ നമ്മുടെ കമന്റ്സിൽ ആരും തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഗസ് ചെയ്തിട്ടില്ല. 3 കമന്റ്സ് ആണ് ഇപ്പൊ നമുക്ക് റിപ്പീറ്റഡ്ലി വന്നത്. ഒന്ന് എന്ന് പറയുന്നത് ബേബി ഗേൾ അല്ലേ എന്ന് ചോദിച്ചിട്ട്. അത് ഞാൻ പറഞ്ഞു, ഒരു ക്യാരക്ടറാണ്, ഒരു അമഗുരുമി ഡോളാണ്, അതുകൊണ്ട് ക്യാരക്ടർ ചെയ്യണമെന്ന്. അത് മനസ്സിലാകാത്തവരായിരിക്കാം മേ ബി അങ്ങനെയുള്ള കമന്റ് ചെയ്യുന്നത്. ഇനി എന്തായാലും കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ സെക്കൻഡ് വൺ, ഹലോ കിറ്റിയുടെ ഒരു പാറ്റേൺ ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു. അതല്ല. പിന്നെ തേർഡ് വൺ, നമ്മുടെ മിസ്റ്റർ ബീന്റെ കയ്യിലിരിക്കുന്ന ടെഡിയില്ലേ, അതിന്റെ ഗേൾ വേർഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും അല്ല. സോ എന്തായാലും നിങ്ങൾ കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ശ്രമം ഒരിക്കലും പരാജയപ്പെടില്ല. എന്തായാലും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ ഒരാൾ ഒരു കമന്റ് ചെയ്യാവൂ, ഒരു വട്ടം ഗസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും ഗസ് ചെയ്യാം. എല്ലാ വീഡിയോയിലും വന്ന് ഗസ് ചെയ്യാം. മീൻസ് നമ്മൾ ഇതിന്റെ ആക്സസറീസ്, ഏത് ബാഗ്, ഹെഡ്ഫോൺ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസിലും വന്ന് ഗസ് ചെയ്യാം. അങ്ങനെ ഫൈനലി വലിയ മണ്ടത്തരങ്ങൾക്കൊടുവിൽ നമ്മുടെ ആ കുട്ടിക്കുപ്പായം റെഡി ആയിട്ടുണ്ട്. ഈ വലിയ മണ്ടത്തരം എന്താന്ന് ഇന്ന് ഈവനിങ് ഇതിന്റെ ട്യൂട്ടോറിയൽ ലോങ് വീഡിയോ വരുമ്പോൾ കണ്ടാൽ മതി. ആ മണ്ടത്തരം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, ദൈവമേ ഇതിന്റെയൊക്കെ വീഡിയോ കണ്ടിട്ടാണല്ലോ ഞാൻ ക്രോഷ്യ പഠിക്കാനിരുന്നതെന്ന്. എന്തായാലും വെയിറ്റ് ആൻഡ് സീ. ബൈ.